മാനത്തും മനസ്സിലും കാഴ്ചകൾ നിറച്ച് തൃശൂർ പൂരം. മേളപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവും. വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്നതായിരുന്നു കുടമാറ്റം. വരുന്നു പാറമേക്കാവ് ഇനി വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പിലാണ്. പുലർച്ചെ 3-നാണ് വെടിക്കെട്ട്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് ഈവനിങ്. ഗംഭീരമായ പൂരമാണ് പൂത്തുലഞ്ഞങ്ങനെ നിൽക്കുന്നത്. തീർന്നിട്ടില്ല. ഇനി 3 മണിക്കിതാ വെടിക്കെട്ട് വരാൻ പോകുന്നു. അതൊക്കെ അടുത്തിരുന്ന് കണ്ടയാളാണ് അർജുൻ കല്യാട്. എന്തായിരുന്നു കുടമാറ്റമല്ലേ? എന്തായിരുന്നു ഇലഞ്ഞിത്തറ മേളം? എന്തായിരുന്നു മഠത്തിൽ വരവ് അല്ലേ അർജുൻ കല്യാട്? ഡോക്ടർ അരുണിന് മിസ്സായത് വലിയൊരു പൂരം തന്നെയാണ്. പടത്തിൽ വരവ്, പഞ്ചവാദ്യവും കുടമാറ്റവും ഒക്കെ ഡോക്ടർ അരുണിന് മിസ്സായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ പരാതിയും പരിഭവവും ഒക്കെ റിപ്പോർട്ടർ തത്സമയ സംരക്ഷണത്തിലൂടെ നീക്കിയെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷ അത് വെടിക്കെട്ടിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. സാധാരണ രീതിയിൽ SSLC പരീക്ഷ കഴിയുമ്പോൾ പറയും +2 ആണ് ഏറ്റവും വലിയ പരീക്ഷ, അതിന് നന്നായി പഠിക്കണം. +2 കഴിയുമ്പോൾ പറയും ഡിഗ്രിക്കാണ് പഠിക്കണം. അതുപോലെ കുടമാറ്റം കഴിഞ്ഞപ്പോൾ പറയുന്നു വെടിക്കെട്ടാണ്. വെടിക്കെട്ട് കഴിയുമ്പോൾ പറയും അത് നാളെ നടക്കുന്ന പകൽപ്പൂരമാണ്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നേയില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുടമാറ്റം എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നൊന്നരയായിരുന്നു. വെറൈറ്റി കുടകൾ ഒരുപാട് മാറിയും മറഞ്ഞും അങ്ങനെ അണിനിരക്കുകയായിരുന്നു. പാറമേക്കാവ് ചെണ്ട കൊട്ടുന്ന ഒരു കുട ഉയർത്തിയിരുന്നു. ചെണ്ട കൊട്ടുന്ന ഒരു ബാലൻ്റെ കുട ഉയർത്തിയിരുന്നു. അതാണ് പാറമേക്കാവിൻ്റെ ഏറ്റവും മികച്ച ഹൈലൈറ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. തിരുവമ്പാടിയും ഒട്ടും മോശമാക്കിയിട്ടില്ല. തിരുവമ്പാടിയും ഒന്നിനൊന്ന് മെച്ചമെന്ന രീതിയിലുള്ള കുടകൾ, ദൃശ്യാലങ്കാര ഒരുക്കിയിട്ടുള്ള കുടകൾ ഒരുപാട് പാറമേക്കാവും തിരുവമ്പാടിയും മത്സരിച്ച് തന്നെ ഒരുക്കിയിരുന്നു. ഇതിൽ ആരാണ് വിജയി എന്ന് ഒരിക്കലും പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് വിജയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു കുടമാറ്റ മത്സരവുമല്ല നടന്നത്. എന്തായാലും ദൃശ്യ ശ്രാവ്യ ഭംഗിയോടുകൂടിയുള്ള മേളപ്പെരുക്കത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം. കിഴക്കൂട്ടനിയന്മാരൊക്കെ ഉച്ചയ്ക്ക് 4-4.5 മണിക്കൂർ സമയമാണ് നിന്നങ്ങ് കൊട്ടിയത്. ആ കൊട്ടി തകർത്തുവെന്ന് നമുക്ക് ഒറ്റ വാക്കിലങ്ങ് പറയാം. അല്ലാതെ നമ്മൾ എത്രമാത്രം ശ്രമം അല്ലെങ്കിൽ എത്രമാത്രം പണിയെടുക്കണം ആ കിഴക്കൂട്ടനിയന്മാരുടെ ആ മേള വിസ്മയം നമ്മൾ വാക്കുകളിൽ പ്രതിഫലിക്കാൻ. അതുകൊണ്ട് പൊളിച്ചു തകർത്തു എന്ന ഒറ്റ വാക്ക് മാത്രമാണ് ആ മേളത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് അങ്ങോട്ട് തെക്കോട്ടിറങ്ങി പാറമേക്കാവ് ഭഗവതി, അതുപോലെ തന്നെ ഈ കൊച്ചി രാജാവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തി വലം വെച്ച് മുഖാമുഖം തെക്കേ ഗോപുരത്തിനോട് മുഖാമുഖം നിന്ന് 2 വിഭാഗവും തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ ഏകദേശം 60-70ഓളം കുടകൾ 1.5 മണിക്കൂർ സമയം, 6 മണിക്ക് കൃത്യം തുടങ്ങിയിട്ടുള്ള കുടമാറ്റം അത് 7:30 മണി വരെ നീണ്ടിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വെടിക്കെട്ടിനായാണ്. വെടിക്കെട്ട് 3 മണിക്ക് തുടങ്ങുമെന്നുള്ളതാണ്. വെടിക്കെട്ടിന് തിരുവമ്പാടിക്ക് വേണ്ടി കരിമരുന്ന് പ്രയോഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് മുണ്ടത്തിക്കോട് PM സതീഷും അതുപോലെ തന്നെ പാറമേക്കാവിന് വേണ്ടി ബിനോയ് ജേക്കബുമാണ് ഈ വെടിക്കെട്ട് ഒരുക്കുന്നത്. അവരുടെ വെടിക്കെട്ടിൻ്റെ വിസ്മയം, ഈ കുടമാറ്റത്തിൽ കണ്ട വർണ്ണവിസ്മയം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സർപ്രൈസുകൾ, അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഈ വെടിക്കെട്ടിൻ്റെ സമയത്തും സാധാരണ രീതിയിൽ കരുതി വെക്കാറുണ്ട്. അങ്ങനെ തിരുവമ്പാടി പാറമേക്കാവും എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷയാണ് ഇനി വെടിക്കെട്ടിൻ്റെ സമയത്തുള്ളത്. 3 മണിക്ക് തന്നെ റിപ്പോർട്ടർ തത്സമയമായി ഈ കാര്യങ്ങൾ, അതായത് വെടിക്കെട്ടിൻ്റെ നയനമനോഹരമായ കാഴ്ച കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുകൂടി പ്രേക്ഷകരെല്ലാവരെയും നമ്മൾ 3 മണിക്ക് ഈ വെടിക്കെട്ട് കാഴ്ചകൾ കാണാൻ കൂടി ക്ഷണിക്കുകയാണ് ഡോക്ടർ അരുൺ. ഓക്കെ, രാവിലെ മുതൽ ഇന്നലെ മുതൽ അർജുൻ കല്യാടും സംഘവും ജെയ്സനും BS രഞ്ജിത്തും ദീപക് മലയമ്മയും അലി അക്ബർ ഷായും അടക്കം നമ്മളുടെ നിരവധി റിപ്പോർട്ടർ വാർത്താ സംഘത്തിലെ അംഗങ്ങളെല്ലാം പൂരനഗരിയിൽ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടിയിട്ട് മത്സരിച്ച് ശ്രമിക്കുകയായിരുന്നു. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് ഒരുപക്ഷെ റിപ്പോർട്ടർ TVയുടെ ഫ്രെയിമിൽ തന്നെയായിരിക്കും. നിങ്ങൾ കാത്തിരിക്കുക. രാവിലെ 3 മണിക്ക് വെടിക്കെട്ടും തത്സമയം പ്രേക്ഷകർക്ക് നൽകാൻ റിപ്പോർട്ടർ TV വാർത്താ സംഘം അവിടെ തയ്യാറായിട്ടിരിപ്പുണ്ട്. നാളെ രാവിലെ 3 മണിക്ക് വെടിക്കെട്ട് നടക്കുക. ഗംഭീരമായിരിക്കും. സാമ്പിൾ നമ്മൾ കണ്ടതാണ്. സാമ്പിൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടി. അപ്പോൾ നേരിട്ട് ഒരു യഥാർത്ഥ പൂരം വെടിക്കെട്ട് കാണുന്ന അതേ അനുഭവം പ്രേക്ഷകർക്കുണ്ടാവും. നിങ്ങൾ കാത്തിരിക്കുക. നാളെ രാവിലെ 3 മണിക്കാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കുക.